ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക അത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇന്നലെ കാസർഗോഡ് അതെത്തിയത് ആശുപത്രിയുടെ മുറ്റത്ത് വരെയാണ്. ആശുപത്രി വരാന്തയിലും അവർ ഏറ്റുമുട്ടി. ബുധനാഴ്ച രാത്രി ഏതാണ്ട് 11 മണിയോട് കൂടിയായിരുന്നു സംഭവം നടക്കുന്നത് കാസർകോട്ടെ ജനറൽ ആശുപത്രിയുടെ മുറ്റത്താണ്. ആ ജനറൽ ആശുപത്രിയുടെ മുറ്റത്ത് 2 സംഘങ്ങൾ ഏറ്റുമുട്ടുന്നു. കാസർകോട്ടെ ചെമ്മനാട്, കീഴൂർ ഈ 2 ഇടങ്ങളിലായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളാണ് പരസ്പരം പോരടിച്ചത്. കീഴൂരിൽ വെച്ച് ഒരു വലിയ സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ പരിക്കേറ്റാണ് 2 സംഘത്തിലെയും ആളുകൾ ഈ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. ആശുപത്രിയിലെത്തുമ്പോൾ അവിടെ ഒരുപാട് രോഗികളുണ്ട്, കൂട്ടിരിപ്പുകാരുണ്ട്. ഇതൊന്നും ഗൗനിക്കാതെ ആ പകയുടെ എപ്പിസോഡ് തുടരുകയായിരുന്നു ആശുപത്രി വരാന്തയിലും. കാഷ്വാലിറ്റിയിൽ, OP കൗണ്ടറിൽ, ഇവിടെയൊക്കെ അവർ തമ്മിലടിച്ചു. ഏതാണ്ട് 30 മിനിറ്റ് സമയം അത്യാഹിത വിഭാഗം തടസ്സപ്പെട്ടുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏറെ നേരം ഭീതി വിതച്ച് 2 ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി കാസർഗോഡ്. അവിടെ കാഷ്വാലിറ്റിയിലും OP യിലും നിന്നിരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതൊരു ഭീതിജനകമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അതും രാത്രി 11 മണിയോടുകൂടി. അവിടെയാണ് ഇത്തരത്തിൽ സംഭവം. അങ്ങനെ ഡോക്ടർ മുഹമ്മദ് നിസാറിന്റെ പരാതിയിൽ 8 പേരെ കാസർഗോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. മാങ്ങാട് ബാരയിലെ PT ഷബീർ അലി, ചെമ്മനാട് കൊമ്പനടുക്കത്തെ P ജഗദീഷ് കുമാർ, കീഴൂർ പടിഞ്ഞാറിലെ അഹമ്മദ് ഷാനവാസ്, കൊമ്പനടുക്കത്തെ CK അജേഷ്, കീഴൂർ കടപ്പുറത്തെ അബ്ദുൽ ഷഫീർ, മുഹമ്മദ് അഫ്നാൻ, സയ്യിദ് അഫ്രീദ്, DM കുഞ്ഞഹമ്മദ്, ഇങ്ങനെ 8 പേരാണ് പോലീസിന്റെ അറസ്റ്റിലായത്. ഡോക്ടറുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ ഗുണ്ടകളുടെ ഏറ്റുമുട്ടൽ. ഹോസ്പിറ്റൽ ജീവനക്കാരി പറയും. ചെമ്മനാട് എന്ന് പറഞ്ഞ 2 സ്ഥലത്തുള്ള ടീമുകൾ നേരത്തെയുള്ള പ്രശ്നങ്ങൾ അവർ ഈ കോമ്പൗണ്ടിൽ വെച്ചൊരു അടി നടന്നു. അതിനുശേഷം അവിടുന്ന് അടി കൂടിയിട്ട് അവർ നേരെ OP കൗണ്ടറിൽ കയറി. അവിടുന്ന് അടി നടന്നു. അവിടുത്തെ അടിച്ചപ്പോൾ നമ്മൾ അവിടെ സൗണ്ട് കേട്ട് ഇവിടുന്ന് സെക്യൂരിറ്റിയും സ്റ്റാഫെല്ലാം ഓടിപ്പോയത്. അവിടെ ചെന്നപ്പോഴത്തെ അവിടെ നല്ല അടി നടക്കുക. എന്നിട്ട് അവിടുന്ന് ഉണ്ടും തെല്ലും ഒക്കെ ആയിട്ട് ഈ നമ്മുടെ ഡോറെല്ലാം പൊളിഞ്ഞിട്ട് ചില്ലിൻ്റെ അതിങ്ങനെ മുകളിലെല്ലാം പൊട്ടിയിട്ടതായി. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് ഇവിടുന്ന് നടക്കും പറ്റുമല്ലെങ്കിൽ പുറത്ത് കിടക്കുക, എല്ലാവരും പുറത്താക്കിയപ്പോൾ സെക്യൂരിറ്റിക്ക് അടി കിട്ടി. അവസാനം കാഷ്വാലിറ്റിയിൽ വന്നു. ഇവിടുന്ന് ഭയങ്കര ബഹളം 2 ടീമുകളും. അങ്ങനെ സെയിം പാർട്ടി വന്നു. അതിലും ഒതുങ്ങിയില്ല. പിന്നെ വേറെയും ടീമുകളൊക്കെ വന്നതിന് ശേഷമാണ് അവർ സ്റ്റാഫിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഉന്തലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട്. സ്റ്റാഫ് കുറവല്ലേ രാത്രി ഉണ്ടാവുക. പിന്നെ അവിടെ OP കൗണ്ടറിൽ കയറി അവർക്ക് ഫസ്റ്റിൽ OP എടുക്കണം, അവർക്ക് എടുക്കണം അവിടെ തർക്കമായി. പരിക്കേറ്റിട്ട് അവർ OP എടുത്തിട്ട് കേസാക്കാൻ വേണ്ടി വന്ന ടീമുകളാണ്. അവിടെ വെച്ച് അടിയായി, പുറത്തടിയായി, പിന്നെ കാഷ്വാലിറ്റിക്ക് അകത്ത അടിയായി. അങ്ങനെ കീഴൂർ പടിഞ്ഞാറിൽ ബുധനാഴ്ച രാത്രി ഉണ്ടായ സംഘടനത്തിന്റെ തുടർച്ചയെന്നോളമാണ് ഈ സംഭവം ഉണ്ടായത്. ആ സംഘടനത്തിലും കേസെടുത്തു. 14 പേർക്കെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തത്. കുഞ്ഞഹമ്മദ്, ഷഹീർ, ഷാനവാസ്, ഷബീർ, അങ്ങനെ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലുകൾ ആശുപത്രി വരാന്തിലെത്തുമ്പോൾ അത് എത്രമാത്രം ഭീതിജനകമാണെന്ന് ഓർക്കണം.